ബഷീർ ഇളയ തോതിലൊരു എഴുത്തുകാരനാ. പേരെന്താ? നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. 2.5 കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ ഒറ്റയ്ക്കാ, കൂട്ടുകാരെല്ലാം പോയി. 1 കൊല്ലമായി. എന്തൊരു ജീവിതമാണിത്. എനിക്കൊരു റോസാ ചെടി തരുമോ? ഇവിടെ എങ്ങനെ റോസാ ചെടി ഉണ്ടെന്ന് മനസ്സിലാക്കി? ജയിലല്ലേ, എല്ലാവരും അറിയും. തരുമോ? ഈ ഉലകത്തിലുള്ള എല്ലാ റോസാ ചെടിയും ഞാൻ നാരായണിക്ക് കൊണ്ടുവന്നു തരും. ഞാനാണ് ഫാത്തിമ, ബഷീർ കാക്കാന്റെ പെങ്ങൾ. എന്റെ വീട് ചന്തയിലാ. എന്റെ ഭർത്താവ് കൊച്ചുണ്ണി ചന്തയിലേക്ക് കച്ചവടത്തിന് പോകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് വരും. എന്റെ മകൾ ഖദീജ. എനിക്കൊരാടുണ്ട്, എന്റെ ഉമ്മാന്റെ അടുത്താണ്. പിന്നെ എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ വലിയ കാക്കാനോട് പറഞ്ഞു, എൻ്റെ മകൾ ഖദീജക്ക് ഒരു ജോഡി കമ്മൽ വാങ്ങിക്കൊടുക്കാൻ. ആർക്കും എൻ്റെ ആടിനെ ഇഷ്ടമല്ല. എൻ്റെ അനിയത്തി ആമിനാക്ക് ഞാനൊരു ആടിനെ കൊടുത്തു. അവർക്കും എൻ്റെ ആടിനെ ഇഷ്ടമല്ല. അവർ ആരും എൻ്റെ ആടിന് കഞ്ഞിവെള്ളം പോലും കൊടുക്കില്ല. എന്നാലോ അവരെല്ലാം എൻ്റെ ആടിൻ്റെ പാൽ നുകർന്നു കുടിക്കും. കണ്ണി ചോരല്ലാത്ത വർഗ്ഗങ്ങൾ. ഞാൻ കണ്ടേ താഴ്ത്തു നിന്ന് പമ്മ നിൽക്കുന്നത്. ഞാൻ ബഷീറിന്റെ പ്രേമലേഖനത്തിലെ സാറാമ്മ. ഞാൻ കേശവൻ നായരുടെ സാറാമ്മ. ഞാൻ കണ്ടേ ഞാനാകുന്നു പ്രേമലേഖനം, യുവതിയാകുന്നു, യുവാവാകുന്നു പ്രേമലേഖനം. ഞാനാണ് ബഷീർ. എന്നെ നിങ്ങൾക്കറിയില്ലേ? ഞാൻ ജനിച്ചു വീണപ്പോൾ കരഞ്ഞിട്ടില്ല. ഈ സൈലന്റ് പ്രദേശം കണ്ട് എനിക്ക് കരയാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ കരയാത്തത്. എന്റെ തലയിൽ മുടിയുണ്ടായിരുന്നു, നല്ല സ്റ്റൈലൻ ചുരുണ്ട മുടി. അതൊക്കെ എവിടെ പോയെന്നല്ല നിങ്ങൾ നോക്കുന്നത്. അത് ഞാൻ മലയാള സാഹിത്യത്തിന് ബലിയർപ്പിച്ചു. കുഴിമടിയന്മാരായ ബടക്കുസ്തർക്ക് പറ്റിയ പണയെ പറ്റി തല പുകഞ്ഞ് ആലോചിച്ചപ്പോൾ ഇത് കിട്ടിയ മാതിരി ഒരെണ്ണം കിട്ടി. അതാണ് എഴുത്തുകാരനാവുക. വലിയ ബുദ്ധിയൊന്നും വേണ്ട, ഭാവനയും വേണ്ട. ഞാനാണ് മജീദ്. ബാല്യകാല സഖി എന്ന നോവലിലെ നായകനാണ് ഞാൻ. ഒന്നും ചേർന്ന ഇമ്മിണി ബല്യ ഒന്ന് എന്ന് പറഞ്ഞ ഞാനാണ്. ഈ ശൈലി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ഒരു കാലം. കുത്തിനി ഹാൽത്തലിത്താപ്പോ സഞ്ജിനി ബാലിക ലുട്ടാപ്പി സങ്കര ബഹന തൂലിപ്പി കുഞ്ചിനി ഹീലത്ത ഹുത്താലോ. ഞാന് ആനമക്കാരുടെ കുഞ്ഞാടെ മോളുടെ മോളാ. ഇത് കുപ്പാക്കൊരാനുണ്ടായിരുന്നു, വലിയ കൊമ്പനാന. നമ്മളാണ് സൈനബ. ഒറ്റക്കണ്ണൻ പോക്കരുടെ ഓമന മകളാണ് ഞാൻ. ഞാൻ വളരെ സുന്ദരിയും സമർത്ഥയുമാണ്. പണ്ടൻ മുത്തപ്പയെ മുച്ചീട്ടുകളെ ജയിപ്പിച്ച് എന്റെ ബുദ്ധി കൊണ്ട് മാത്രമാണ്. ഞാനാണ് എട്ടുകാലി മമ്മു. നാട്ടിൽ എന്ത് നടന്നാലും അതിൻ്റെ ആൾ നമ്മളാണ്. ബഷീർ എഴുതിയ സ്ഥലത്ത് പ്രധാന ദീപിൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഞാൻ. ഞാനാണ് ഒറ്റക്കണ്ണൻ പോക്കർ. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഞാൻ. മുച്ചീട്ട് കളിയിൽ അടിയറവ് പറഞ്ഞ ഞാൻ ഒടുവിൽ ഒരു പോങ്ങഴിവുമില്ലാതെ എന്റെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നു. അതിന് വെള്ളവെള്ളം കഞ്ഞിവെള്ളം കൊടുക്കുക. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. എന്റെ ആടൊന്നും വരട്ടെ, അപ്പോൾ കാണാം.